60 വർഷമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞു ഇനി എന്ത് പറഞ്ഞാലും റെപ്യൂട്ടേഷനായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനൊരു കാര്യം ഒരു ചെമ്മീൻ എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഇത് ഞാൻ പറയാം. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ പറയാവുന്നതാണ്, അനുഭവിച്ചവർക്ക് അറിയാനും ചെമ്മീൻ ഒരു കടപ്പുറത്താണല്ലോ ഷൂട്ട് ചെയ്തത്. വെച്ചാണായിരുന്നു ആ കടപ്പുറത്ത് അവരാരും ഉപദ്രവിച്ചില്ല, എല്ലാവരും ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മുടെ ചേട്ടനുണ്ടായിരുന്നു, അവരെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ആണെങ്കിൽ ഞാൻ പറയുന്നു. ഈ ആളുകളെല്ലാം നിൽക്കുന്നു. എന്താ ചെയ്യുക ആളുകൾ ഒരു ഷോട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ട്രോളി ഷോട്ട് ലോങ് ഷോട്ട് അല്പ സമയത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ കടലിന്റെ ഇവിടെ ആയിരുന്നു സംഭവം നടത്തി. ഫലിതമാണ്. ഞാൻ ചെമ്മീനിലെ ഒരു ചെറിയ നടന്ന സംഭവമാണ്. ചെമ്മീനിൽ ആ ഓർമ്മ അത് പങ്കുവെച്ചത് തന്നെ വലിയൊരു സന്തോഷം. അതേപോലെ തന്നെ ചെമ്മീനിൽ മിക്കവർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ലാസ്റ്റ് ഷാർക്ക് അത് ഒറിജിനൽ ഷാർക്ക് അല്ല, അതും ഒരാൾ അഭിനയിച്ചതാണ്. എന്താ ജെറോം അങ്ങനെന്തോ പറഞ്ഞ ഒരു പേരിലുള്ള ഒരാള് അഭിനയിച്ചതാണ് ആ ഷാർക്കായിട്ട്. അതും പലവർക്കും നമുക്കിപ്പോ റീസെന്റ് ആണ്. അടുത്ത വർഷവും നമ്മൾക്ക് വരാനൊരു വിധി ഉണ്ടാവട്ടെ. കാണണം. ദൈവം അനുവദിച്ചാൽ നമ്മൾ സപ്തതി, ചെമ്മീന്റെ സപ്തതി ആഘോഷിക്കണം. ഇത് ചെമ്മീൻ ഷഷ്ടിപൂർത്തിയായി, നമ്മൾ സപ്തതി ആഘോഷിക്കാം. ഇതിനൊക്കെ വേറെ വലിയ രസം പറയാം കേട്ടോ. കുടുംബജീവിതത്തിനൊക്കെ വലുത് പ്രണയമാണ്. കാര്യം പരീക്കുട്ടിയെ തേടി പളനിയും എല്ലാം കൂടെ വന്നത് പ്രണയം കരയിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കര എപ്പോഴും പ്രണയത്തെ വരും. ഒരിക്കലും കടലിൽ നേരത്തെ പറഞ്ഞ കടലിൽ പോയി ചാകരുത്, കടലിൽ അനാവശ്യമായിട്ട് കയറാൻ സമ്മതിക്കരുത്, അല്ലേ? ഷർട്ടേറ്റിന്റെ അച്ഛൻ വയലാർ എഴുതിയ വരികൾ ഇങ്ങനെ കടലിന്റെ ഓളവും കരയോറും ഒരിക്കലും മറക്കില്ല. വേണമെങ്കിൽ തീർന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ടും കൂടി പാടിയിട്ട് അവസാനിക്കാം. ഏതാണ് ലാസ്റ്റ്? അറിയാം, ബാക്കി ഇല്ല. ഇതാണ് കാണാപ്പൂമിന് കൂടെ തുടങ്ങാൻ ബാക്കി ഉണ്ടാകട്ടെ. ഭൂമി എന്ന് പറഞ്ഞാൽ പുരലി കേട്ടോ, വാനത്തെ പൊന്മുലെ കൊടുക്കാൻ. അപ്പൊ ഈ മനുഷ്യടം ആ ഭൂമിയിൽ തേടുന്ന കർത്തം എവിടെയാന്ന് അറിയില്ല, പക്ഷെ പല വീശട്ടെ. കർത്തമായിട്ട് അഭിനയിച്ച ഷീലാമ്മ വരുമായിരുന്നു. അപ്രതീക്ഷിത സാഹചര്യം കൊണ്ടാണ് അവരൊരു വാക്ക് പറയും. ഓണം കഴിഞ്ഞ് പിന്നെ ഇഷ്ടംപോലെ മധുസാറിന്റെ അടുത്ത് ഫോട്ടോ എടുത്ത് ഓണത്തിന് ഒരു ആശംസ പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ വിനോദം എന്ന അവസാനം പറഞ്ഞു. ആശംസ വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ചെമ്മീന്റെ ഈ ചെറിയ ഫംഗ്ഷനെ വലിയ വിജയമാക്കിയ മീഡിയ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കും. ഇനി പിന്നെ പ്രിയപ്പെട്ട ഈ വ്യക്തിയാണ് ശ്രീ എസ് എഫ് അദ്ദേഹത്തിന്റെ മകനായ ശ്രീ ലേസോമെ ക്ഷണിച്ചുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ എസ് എഫ് സദാനന്ദൻ സാറ് നൽകുന്ന ഒരു ഓർമ്മ പോലെ ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നന്ദി. എത്ര പറഞ്ഞാലും മതിവരാത്ത നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. തീരുന്നില്ല ഓണപ്പുടവ.